ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് മാത്രം പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. വിമർശനം സമയമുണ്ടെങ്കിൽ നമുക്ക് അവസാനാകാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറവികൾ ഒരു അനുഗ്രഹമാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നത് മറവി ഉണ്ടായിട്ടാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അവർ മാറ്റി പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നത് എപ്പോഴാ? 1952 മുതൽക്ക് കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ഇപ്പോൾ അവർ ശരിക്കറിയുന്നത് എപ്പോഴാ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 1960 തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വീകരിച്ച നിലപാടിലൂടെ ഒറ്റപ്പെട്ടു പോയപ്പോഴാ. അവിടെയാണ് അവരും നമ്മളും തമ്മിലുള്ള വിരോധം വരുന്നത്. വിമോചന സമരാനന്തരം കേരളത്തിലുണ്ടായ ഭരണമാറ്റമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവ്. ആ വഴിത്തിരിവിന് കാരണം നമ്മളാണ്. എന്തായിരുന്നു വഴിത്തിരിവ്? വിമോചന സമരം വിജയിക്കാനുള്ള കാരണം മലബാറിൽ മുസ്ലിം ലീഗിന്റെ ശക്തിയും ബാപ്പയ്ക്ക് തങ്ങളുടെ നേതൃത്വവുമായിരുന്നു എന്ന് സഖാവ് EMS പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ലീഗ് ആ സമരത്തിൽ ചേർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ പിടിച്ചു നിൽക്കുമായിരുന്നു എന്നാണ് അന്ന് EMS പറഞ്ഞത്. പക്ഷേ മലബാറിലെ മാപ്പിളമാരുടെ മുന്നേറ്റത്തെ തടുത്തു നിർത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയാതെ വന്നു. അവസാനം ജനമുന്നേറ്റം നേരിൽ കാണുന്നതിന് വേണ്ടി കേരളത്തിൽ വന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മടങ്ങിപ്പോയി. അന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി തന്റെ പിതാവിനോട് ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടപ്പോ പണ്ഡിറ്റ്ജിക്ക് മറ്റൊരു മാർഗം സ്വീകരിക്കാനുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ 356 വകുപ്പ് അനുസരിച്ച് അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ബാബു രാജേന്ദ്ര പ്രസാദ് ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടപ്പോ ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് മുസ്ലിം ലീഗ് ഭരണകക്ഷിയായി മാറുന്നത്. നമ്മൾ ഭരണകക്ഷിയാകുന്നത് ഇവിടെ നമ്പൂതിരിപ്പാട് പറയാറുണ്ട്, ഞങ്ങളെ ഭരണത്തിലേറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അല്ല, മുസ്ലിം ലീഗ് ഭരണത്തിൽ കയറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 52 പിന്നീട് 60 കേരളത്തിൽ ഞങ്ങൾ ഭരണകക്ഷിയായി. എങ്ങനെയാണ് ഭരണകക്ഷിയായത്? കോൺഗ്രസ് PSP ലീഗ് സഖ്യം കേരളത്തിന്റെ ഭരണം ഏറ്റെടുത്തു. ഞങ്ങൾ മന്ത്രിമാരായില്ല എന്നത് സത്യമാണ്. ഭരണകക്ഷിയാകാൻ മന്ത്രിയാകേണ്ടതില്ല എന്നതിന്റെ തെളിവാണല്ലോ ഇപ്പോ സോമനാഥ് ചാറ്റർജി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്പീക്കർ. എന്തുകൊണ്ടാണ് അവർ സ്പീക്കറായത്? കോൺഗ്രസിന്റെ ഗവൺമെന്റിൽ അവർക്ക് പങ്കാളിത്തമുണ്ട് എന്നതുകൊണ്ടാണ്. ഇപ്പൊ സോമനാഥ് ചാറ്റർജി ഇന്ത്യ രാജ്യത്തിന്റെ സ്പീക്കറാകുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ ഭരണത്തിൽ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ സമീപകാലത്ത് കേന്ദ്ര ഭരണത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ സീതാറാം യെച്ചൂരിയും സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തും വളരെ വളരെ വേഗത്തിൽ ഓടി വരുന്നത്. ഈ ഭരണം തകരുന്നതിൽ ഇപ്പൊ കോൺഗ്രസിനേക്കാൾ ഏറെ വിഷമാർക്കാ കമ്മ്യൂണിസ്റ്റുകാർക്കാ. ഈ ഗവൺമെന്റിനെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന് മെഞ്ഞാന്ന് പറഞ്ഞു ബഹുമാന്യനായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സീതാറാം യെച്ചൂരി. അപ്പൊ കോൺഗ്രസിന്റെ ഗവൺമെന്റ് തകരുന്നതിൽ വിഷമുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കാ. എന്നാൽ 60 അങ്ങനെ ഒരു നിലപാട് ഞങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ബഹുമാനപ്പെട്ട KMCD സാഹിബിനെ സ്പീക്കറാക്കാൻ അംഗീകരിച്ചു. ഗവൺമെന്റിൽ പങ്കാളികളായി. മന്ത്രിസഭയിൽ അംഗമല്ലെങ്കിലും ഞങ്ങൾ ആ മുക്കൂട്ട് മുന്നണി ഗവൺമെന്റിൽ അംഗങ്ങളായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിലെ ചില ആളുകൾക്ക് ലീഗിനോട് വിരോധമുണ്ടായിരുന്നു. ദുർഗാപൂർ പ്രമേയത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കാത്തവർ മഹാനായ KMCD സാഹിബിന്റെ നിര്യാണത്തെ തുടർന്ന് ലീഗിനെ സ്പീക്കറാക്കാനും സമ്മതിച്ചു. 1961 ഏപ്രിൽ മാസം 17 ബുധനാഴ്ച ഈ ലോകത്തോട് KMCD സാഹിബ് ഇവിടെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് ഒരു മുസ്ലിം ലീഗുകാരൻ സ്പീക്കറാകണമെങ്കിൽ ലീഗിൽ നിന്ന് രാജിവെക്കണം എന്ന നിബന്ധന CK ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്